യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് നവംബർ മാസം 2-ാം തീയതിയാണ്. സകല മരിച്ചവരെയും ഓർക്കുന്നൊരു ദിവസം കൂടിയാണ്. പ്രത്യേകം നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയവരെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമുക്കുണ്ട്. അവർക്ക് വേണ്ടിയുള്ള മുടങ്ങാതെയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഇനി ആരാരുമില്ലാതെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. ആരാരുമില്ലാതെ മരിച്ചു പോയവരുണ്ട്. ആരും ഓർക്കാനില്ല. അവരെല്ലാം നമുക്ക് ഓർത്ത് ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ മരണം മൂലം വേർപിരിഞ്ഞു പോയവരെ പ്രത്യേകിച്ച് ആരും ഓർക്കാനില്ല. അങ്ങനെയുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ ബലിയിൽ നിങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുവാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാൻ ഭാഗ്യമുള്ള കണ്ണുകളും അനുഭവിക്കാൻ ഭാഗ്യമുള്ള ഒരു സമയവും ശരീരവും ഒക്കെ ദൈവം നമുക്ക് നൽകും. ദൈവാനുഗ്രഹങ്ങളുണ്ടാകും. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ വചനം പറയുമ്പോൾ ഓർക്കുവാണ്, ദൈവവചനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി അത്ഭുതം കണ്ടിരിക്കും. ജീവിതത്തിലായാലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വിഷയത്തിലായാലും ദൈവവചനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അത്ഭുതം ഉണ്ടാവുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അടുത്ത് മീൻ വല്ലതുമുണ്ടോ? ഈ ഭാഗം മുഴുവൻ വായിച്ചാൽ അറിയാം, അവർ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഒരു സമയത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കേട്ടത് ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഇങ്ങനെ ഈ വാക്ക് കേട്ടപ്പോഴേ ശിഷ്യന്മാർ പറഞ്ഞോ, പിന്നെ ആരെക്കൊണ്ട് പറ്റും ഇനിയും വലയെടുത്ത് വലത്തോട്ട് വീശാൻ? എന്നെക്കൊണ്ടൊന്നും വയ്യ, എനിക്ക് മടുത്തു, ക്ഷീണമാ, ഉറക്കം വരുന്നുണ്ട്. ഒരു തർക്കുത്തരവും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവർക്ക് ദൈവം ഒരു വശം കാണിച്ചു കൊടുക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, അവർക്കൊരു വശം, ഒരു വലതുവശം കാണിച്ചു കൊടുത്തു. വലതുവശത്ത് വലയിടുക. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിൻ്റെ നന്മയ്ക്ക് കാരണമാകുന്ന ആ വശം ദൈവം നിനക്കും കാണിച്ചു തരും. എങ്ങോട്ടാ തിരിയണ്ടേ, എന്താ ചെയ്യണ്ടേ, എവിടെയാ തുടങ്ങണ്ടേ, ഏത് ജോലിക്കാണ് പോകണ്ടേ, തുടർന്ന് പഠിക്കണോ, സ്ഥലം വിൽക്കണോ വേണ്ടയോ, ഈ കല്യാണം നടത്തണോ വേണ്ടയോ? നിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകുന്നൊരു വശമുണ്ട്. ഒരുപക്ഷെ എല്ലാ വശത്തേക്കും തിരിഞ്ഞധ്വാനിച്ചിട്ടും ഒരു വശത്തു നിന്നും ഒരു നന്മയും ഈ നാളുകൾ വരെ ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ വശത്തു നിന്നും എനിക്ക് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് നിരാശ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെയായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്ക്, മീനുള്ള ഒരു വലതുവശം ദൈവം കാണിച്ചു കൊടുത്തു. മീനുള്ള ഒരു വലതുവശം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട്, നിൻ്റെ കുടുംബത്തോട്, നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹത്തോടെ പറയാം, നിൻ്റെ അനുഗ്രഹത്തിനുള്ളത് ദൈവം കാണിച്ചു തരും. അപ്പോൾ തർക്കുത്തരം പറയാതിരുന്നാൽ മതി. എന്ത് തർക്കുത്തരം? ഈ വചനം കേട്ടിട്ടൊന്നും കാര്യമില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കഥയില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഉണ്ടായത്? നമ്മളങ്ങനെ പറഞ്ഞാൽ നമുക്കുള്ള അനുഗ്രഹമാണ് സഹോദര സഹോദരി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവർ വലതുവശത്ത് വലയിട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. തർക്കുത്തരം പറഞ്ഞ് പിന്നെ വലതുവശത്ത് മീനെല്ലാം കൂടെ കൂടിയിരിക്കുമല്ലേ, ഇപ്പം ഇങ്ങ് കിട്ടാൻ എന്നൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ അവർ വലയിട്ടു. ഒരു തർക്കുത്തരവും പറഞ്ഞില്ല, ഒരു മടിയും കാണിച്ചില്ല. ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടാണ്
പക്ഷെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ, ആ വാക്കിൻ്റെ മുമ്പിൽ ഒരു വാക്ക് പോലും നെഗറ്റീവായിട്ട് പ്രതികരിച്ചില്ല. നമ്മളും ചിലപ്പോൾ നെഗറ്റീവാവും. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായില്ല തുടങ്ങിയിട്ട്, എന്താ കിട്ടിയത്, എന്ത് നേടി എന്നൊക്കെ ചോദിക്കും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. ആ വലയിൽ മുഴുവൻ മത്സ്യങ്ങൾ നിറഞ്ഞു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇട്ട വലയ്ക്കകത്ത് മത്സ്യങ്ങൾ നിറഞ്ഞെങ്കിൽ, ആ വള്ളത്തിനകത്ത് മത്സ്യങ്ങൾ നിറഞ്ഞെങ്കിൽ, വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയും, നന്മകൾ നിറയും, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായി വരും. ദൈവം ചില വഴികളെ കാണിച്ചു തരും. ചില പരീക്ഷയിൽ നിനക്ക് വിജയം തരും. പഠിക്കാനുള്ള ബുദ്ധിശക്തി, ഓർമ്മശക്തി ദൈവം തരും. ബിസിനസ് ചെയ്യാൻ, കൃഷി ചെയ്യാൻ, പണം കൈകാര്യം ചെയ്യാൻ, എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ ദൈവം ചില വഴികളെ അനുഗ്രഹമായി നിനക്ക് കാണിച്ചു തരും. അനുഗ്രഹമായി നിനക്ക് കാണിച്ചു തരും. അനുഗ്രഹമായി അത് കാണിച്ചു തരും. വിശ്വസിക്കുന്നു? ആ വലയിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ വല ശൂന്യമായത് വീണ്ടും ശൂന്യമായെന്നാണോ? ആ വലയ്ക്കകത്ത് മത്സ്യങ്ങൾ വന്ന് നിറഞ്ഞതുപോലെ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വന്ന് നിറയും. നിങ്ങളുടെ മക്കളിൽ സൗഭാഗ്യങ്ങൾ, ദൈവാനുഗ്രഹങ്ങളായി വരുന്ന ഭാഗ്യങ്ങൾ വന്ന് നിറയും. ദൈവാനുഗ്രഹം വരും. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം വന്ന് നിറയും. സ്വസ്ഥതയില്ലാത്ത സ്ഥലങ്ങളിൽ സ്വസ്ഥത നിറയും. ദൈവത്തിൻ്റെ സകല നന്മകൾ നിറയും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ആ വീട് നിറയും. ആ പ്രശ്നം മാറും, ആ ശൂന്യത മാറും, ആ ഇരുട്ട് മാറും, ആ നിരാശ മാറും. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയേണ്ടത്? പ്രാർത്ഥിച്ചേ, കർത്താവേ, ഇന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ വന്നിരുന്നെങ്കിൽ, എൻ്റെ മക്കളിൽ വന്നിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയോടെ പ്രാർത്ഥിക്കരുത്. ഞാനും എൻ്റെ കുടുംബവും മാത്രം അനുഗ്രഹിക്കപ്പെടണമെന്നല്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ, എൻ്റെ പരിചയത്തിലുള്ളവരൊക്കെ, എൻ്റെ കുടുംബക്കാർ, അപ്പൻ്റെ വീട്ടുകാർ, അമ്മയുടെ വീട്ടുകാർ, ഭാര്യ വീട്ടുകാർ, ഭർത്തൃ വീട്ടുകാർ, എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ മുമ്പിലുണ്ടായത് സന്തോഷമാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ വലയിൽ, വള്ളത്തിൽ നിറഞ്ഞത് മത്സ്യമാണ്. ആ വാക്ക് കേട്ടിട്ട് തർക്കുത്തരം പറഞ്ഞ് തിരിച്ചു പോയായിരുന്നെങ്കിലോ ഈ അനുഗ്രഹം കാണാനോ അറിയാനോ അനുഭവിക്കാനോ ഇടവരത്തിലായിരുന്നു. നമ്മളും ദിവസേന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ മുടക്കരുത്. വില കൊടുത്ത് 5-10 മിനിറ്റ് ആകട്ടെ, അത് ദൈവത്തിന് കൊടുത്ത സമയമാണ്. അത് മുടങ്ങാതെ ഒരു വീട്ടിൽ ഒരാളേലും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നത്. മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ ഒരാളേലും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാത്ത ആരെങ്കിലുമൊക്കെ നിങ്ങളെന്ന വ്യക്തിയിലൂടെ വചനം കേട്ട് അനുഗ്രഹമാകട്ടെ. സുവിശേഷം കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും കളയല്, ഒരവസരവും പാഴാക്കരുത്. നിങ്ങളുടെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഗ്രൂപ്പുകളിലൂടെയൊക്കെ വചനം കൊടുക്കാനേ കിട്ടുന്ന ഒരവസരവും കളയല്. പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. 1 മിനിറ്റോ 2 മിനിറ്റോ കുറഞ്ഞോ കൂടിയോ അപ്പോഴേക്കും മുഖം വിഷമിക്കല്ലേ. അതൊരു പ്രാർത്ഥനയാണ്. നിയോഗത്തോടെ ലഭിക്കുന്നൊരു പ്രാർത്ഥനയാണ്. അത് നിന്നിലൊരു അനുഗ്രഹത്തെ കൊണ്ടുവരുന്നതാണ്. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ അയച്ചു കൊടുക്കുന്നവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ചെറിയ കാര്യമല്ല. അതൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് പോലും ചെറിയ കാര്യമല്ല. അത് ദൈവസന്നദ്ധയിൽ അതിന് വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ദൈവം അനുഗ്രഹിക്കും. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ആ വഴക്ക് മാറട്ടെ, ആ സ്നേഹം നിറയട്ടെ, ആ അണ്ടർസ്റ്റാൻഡിങ്, ആ പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. അപ്പനും അമ്മയും മക്കളും തമ്മിൽ എന്തെന്നില്ലാത്തൊരു ബന്ധമുണ്ടാകട്ടെ, ഒരു ഹൃദയബന്ധമുണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, സമാധാനവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ആരുടെ മുമ്പിലും 1 രൂപയ്ക്ക് കൈനീട്ടേണ്ട സാഹചര്യം വരരുത്. ശരീരത്തിൻ്റെ അകവും പുറവും ആരോഗ്യത്തോടെ സംരക്ഷിക്കണം. ദീർഘായുസ്സുണ്ടാകണം. അയൽവക്കങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാകണം. നമ്മുടെ കുടുംബം അനുഗ്രഹം, മക്കൾ രക്ഷപ്പെടണം. ഒരാൾ നഷ്ടപ്പെട്ടു പോകരുത്, ഒരാൾ നശിച്ചു പോകരുത്, ഒരു ദോഷവും നിനക്ക് വരരുത്, ഒരു തിന്മയും നിനക്ക് വരരുത്, ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലും ചെയ്യരുത്. ഒരു നഷ്ടവും ഉണ്ടാകരുത്. ചതി, വഞ്ചന, നിരാശ എല്ലാം മാറണം.
ദൈവികമായ സംരക്ഷണം കൊണ്ട് നിറയട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ദൈവനാമത്തിൽ പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനം മുഴുവൻ വാഗ്ദത്ത വചനങ്ങളോടൊപ്പം ചേർന്ന് അനുഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട നിങ്ങൾക്ക് ഒത്തിരി നന്ദി. നാളെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ഓരോ ദിവസവും മുടങ്ങാതെ വചനം കേൾക്കാൻ, പരമാവധി സാധ്യമെങ്കിൽ 5:30 തന്നെ ഒരുമിച്ച് വചനം കേൾക്കാൻ ഒത്തിരി പേർക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒരനുഗ്രഹമാണ്. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അതൊരനുഗ്രഹമാകട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.